ഞാൻ മുൻപ് പറഞ്ഞതുപോലെ വാട്ടി കുഴച്ച് പരത്തി ഉണ്ടാക്കുന്ന ബ്രേക്ക്ഫാസ്റ്റിനോടൊക്കെ എനിക്ക് ചെറിയ വിരോധമാണ് കേട്ടോ. ആ വിരോധത്തിനുള്ള കാരണം ഇതൊക്കെ ഞാൻ തന്നെ ചെയ്യേണ്ടി വരുമല്ലോ എന്ന് ആലോചിച്ചിട്ടാണ്. കഴിക്കാൻ കുറച്ചൊക്കെ ഇഷ്ടമുണ്ടെങ്കിൽ പോലും ആം, ഇത് ചെയ്യണമല്ലോ എന്നാലോചിക്കുമ്പോഴാണ് മടി കൂടുന്നത് കേട്ടോ. എന്നാലും ഇടയ്ക്ക് നമ്മൾ മലയാളികളല്ലേ, ഇങ്ങനെ തന്നെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കാം എന്ന് തോന്നും. മുൻപൊക്കെ ഇടിയപ്പം ഉണ്ടാക്കാൻ, അതായത് ഞങ്ങളുടെ ഭാഷയിൽ പറഞ്ഞ നൂൽപുട്ടുണ്ടാക്കാൻ നല്ല ബുദ്ധിമുട്ടായിരുന്നു കേട്ടോ. പിന്നെ ഞാനൊരു ഈസി മെത്തേഡ് കണ്ടുപിടിച്ചത് ഇപ്പം തന്നെയാണ് കുറച്ചും കൂടി എനിക്ക് എളുപ്പമായിട്ട് തോന്നിയിട്ടുള്ളത്. ഇപ്പോൾ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല, പെട്ടെന്നൊക്കെ കിട്ടും. ഞാനാണെങ്കിൽ പച്ചരി കഴുകി ഉണക്കിയിട്ട് അത് പൊടിച്ചിട്ടാണ് നൂൽപുട്ട് ഉണ്ടാക്കാറുള്ളത്. നമുക്ക് ആ പൊടി വറുത്തിട്ടും നൂൽപുട്ട് ഉണ്ടാക്കാൻ പറ്റും കേട്ടോ. രണ്ട് രീതിയിലും ഉണ്ടാക്കാൻ പറ്റും. പക്ഷേ എനിക്ക് ഇങ്ങനെയാണ് ഇഷ്ടം. ഇതിന് ടേസ്റ്റ് കുറവൊന്നുമില്ല കേട്ടോ, നല്ല രുചി ഉണ്ടാവും. നല്ല കറി ഉണ്ടായാൽ മതി. ഇതുണ്ടാക്കുമ്പോൾ മിക്കപ്പോഴും ഒന്നുകിൽ നാളികേരപ്പാൽ അല്ലെങ്കിൽ കുറേ കറികൾ ഇതിന് മാച്ചാവും. ചിക്കൻ കറിയും മട്ടൻ കറിയും അതേപോലെ കടലക്കറിയും എല്ലാ കറിയും. ഇന്നിപ്പോൾ വെള്ളക്കടലക്കറിയാണ് ഉണ്ടാക്കുന്നത് കേട്ടോ. ഇതെല്ലാവർക്കും ഇഷ്ടമാണ് ഈ കടലക്കറി ആകുമ്പോൾ. അതാണെങ്കിൽ മസാലകളെല്ലാം ഇട്ട് മല്ലിപ്പൊടിയൊക്കെ ഇട്ടിട്ട് കുറച്ച് നാളികേരപ്പാൽ കൂടി ഒഴിച്ചിട്ടുണ്ടാക്കുന്ന കറിയാണെങ്കിൽ നല്ല സ്വാദാണേ. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റൊക്കെ റെഡിയായ സ്ഥിതിക്ക് നമുക്ക് കഴിക്കാം.